മതി ഇങ്ങ് പോരെ എന്ന് പറഞ്ഞാൽ പോകാൻ ധൈര്യമുള്ള എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. ഒരാളുടെ കൈ പൊങ്ങി കണ്ടു, ഞാൻ 2 കൈയും പൊക്കി കാണിക്കുകയാണ്. എന്ത് പറഞ്ഞാൽ ഇന്ന് ഈ നിമിഷം പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ 1-2 ചെറിയ കഥകൾ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ 16-ാം വയസ്സിൽ അമ്മയെ തേടി പോയതാണ്. വീടൊക്കെ ഉപേക്ഷിച്ച് കുടജാദ്രിയിൽ കാട്ടിൽ പോയിരുന്നു. അപ്പം ഈ 16-ാം വയസ്സിൽ പോകുമ്പോൾ എൻ്റെ മനസ്സിലൊറ്റ പ്രമാണമുണ്ടായിരുന്നുള്ളൂ. അത് സാക്ഷാൽ ശങ്കരാചാര്യർ പറഞ്ഞൊരു പ്രമാണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ കുപുത്രോ ജായതേ ക്വചിതപി കുമാതാന ഭവതി എന്ന് പറഞ്ഞാൽ ലോകത്തൊരുപാട് കുപുത്രന്മാരുണ്ടായിട്ടുണ്ട്, മോശപ്പെട്ട മക്കളുണ്ടായിട്ടുണ്ട്. ക്വചിതപി എന്നാൽ മോശപ്പെട്ടൊരു അമ്മ ഉണ്ടായിട്ടില്ല. അമ്മമാരൊരിക്കലും മോശമാവില്ല. മാതൃത്വം എന്നുള്ള സങ്കല്പം ഒരിക്കലും മോശമാകുന്നില്ല. കുപുത്രോ ജായതേ ക്വചിതപി കുമാതാന ഭവതി. മോശം അമ്മ എവിടെയില്ല. അതിൻ്റെ വ്യംഗ്യം എന്താണെന്ന് വെച്ചാൽ മോശമായിട്ടുള്ള അമ്മമാർ മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും മൃഗങ്ങളുടെ ഇടയിൽ പോലും ഇല്ലാതിരിക്കെ ജഗന്മാതാവായ നീ എങ്ങനെ മോശമാവും? അപ്പോൾ ഞാൻ ഈ കാട്ടിൽ പോയിരിക്കുമ്പോൾ 16-ാം വയസ്സിൽ കാട്ടിൽ പോയിരിക്കുമ്പോൾ 9 ദിവസം ഞാൻ പട്ടിണിയായിരുന്നു. എനിക്കൊന്നുമില്ല, അവർ മൃഗങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം കുടജാദ്രി കഴിഞ്ഞ് അപ്പുറത്ത് ചിത്രമൂലയും കഴിഞ്ഞ് ഉൾവനത്തിലാണ് ഞാൻ പോയിരുന്നത്. അപ്പോൾ അവിടെ രസകരമായ സംഗതി എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ല ഭയമുണ്ട്. പേടി എന്ന് പറഞ്ഞ ഈ കാടെന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന പോലെയല്ല. രാത്രി ആയി കഴിഞ്ഞാൽ കാട് ഭീകരമാണ്. മൃഗങ്ങളുടെയൊക്കെ കണ്ണ് കാണാം, അലർച്ച കേൾക്കാം. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ കരയും, അമ്മയെ വിളിച്ച് കരയുക. അമ്മയെ വിളിച്ച് കരയുന്നതിൻ്റെ ഉദ്ദേശം ഇത് തന്നെ. കുപുത്ര എനിക്ക് എന്തെങ്കിലും പറ്റി ആർക്ക് പോയി, നിനക്ക് പോയി, എനിക്കെന്ത് എന്നാണ് സങ്കല്പം. പക്ഷെ ഇനി ഒന്നും പറ്റാൻ എൻ്റെ അമ്മ എന്നെ അനുവദിച്ചില്ല. 9-ാം ദിവസം കാട് കാണാൻ വന്ന ഒരാൾ ആവിലുമായിട്ട് വന്നു എനിക്ക് തിന്നാൻ. ആവിലാണ് 9 ദിവസം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ഭക്ഷണം. 13-ാം ദിവസം ആയപ്പോഴത്തേക്കും എനിക്ക് വാശിയായി. വാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്നെ പറ്റിക്കുകയാണ്. കാരണം ഈ അവിൽ തിന്നുന്നവരെ എൻ്റെ പ്രതീക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പട്ടിണി കിടന്ന് മരിക്കാൻ പോകുമ്പോൾ അമ്മ വരും. അപ്പം അവിൽ തന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ജീവിക്കാനുള്ള ആഗ്രഹമായി. പിന്നെ അവിൽ കിട്ടി, വയറ് നിറഞ്ഞു. ഇനി ഭക്ഷണം ഇനിയും വേണം, കുറച്ച് ശർക്കരയും കൂടെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാം എന്നുള്ള ചിന്തയൊക്കെ വരാൻ തുടങ്ങി. മനുഷ്യ സഹജമല്ലേ. 13-ാം ദിവസമായപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ എന്നെ പറ്റിക്കുകയാണ്. അന്ന് ഞാൻ വീണ്ടും ഉൾക്കാട്ടിലേക്ക് കയറാൻ തീരുമാനിച്ചു. അതായത് അവിടെ പോയപ്പോൾ ഒരാളുടെ അസ്ഥികൂടം കിടക്കുന്ന കണ്ടൊരു സ്ഥലമുണ്ടായിരുന്നു. അവിടെ പോയിരിക്കും. അപ്പോൾ രാത്രി പുരി വരും. അപ്പോൾ അമ്മ എന്ത് ചെയ്യുന്നത് എനിക്കറിയണം. ഒന്നുകിൽ അമ്മ നേരിട്ട് വരണം, അല്ലെങ്കിൽ അമ്മയുടെ രൂപത്തിൽ അത്രയും അമ്മയ്ക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞയച്ചാലേ പറ്റൂ. ഈ സങ്കല്പത്തോട് ഞാൻ പോകാനിരുന്ന അന്ന് രാത്രി അമ്മ പറഞ്ഞയച്ചത് എൻ്റെ അച്ഛൻ അവിടെ എത്തി. അങ്ങനെ തിരിച്ച് വന്നിട്ടാണ് ഈ പദവിയും പത്രാസും ഒക്കെ ഉണ്ടാകുന്നത്. ഇന്നും എല്ലാ മാസവും ഞാൻ മൂകാംബിയെ പോകാറുണ്ട്. ഈ നവരാത്രി സമയത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അമ്മയുടെ പല രൂപത്തിൽ പ്രഥമം ശൈലപുത്രീതി, ദ്വിതീയം ബ്രഹ്മചാരിണി, തൃതീയം ചന്ദ്രഖണ്ഡേതി, ഊഷ്മാണ്ഡേതി തർത്തകം, പഞ്ചമം സ്കന്ധമാദേതി, ഷഷ്ടം കാത്യായനീചിത, സപ്തമം കാളരാത്രീതി, മഹാഗൗരീതി ചാഷ്ടമം, നവമം ചിഥിതാ പ്രോക്ത, നവദുർഗാ പ്രകീർത്തിത. ഇങ്ങനെയാണ് നവരാത്രിയെക്കുറിച്ച് പറയുന്നത്. ബാക്കിയെല്ലാം അദ്ദേഹം പറയും. ഈ സങ്കല്പത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദേവി ഭാഗവത്തിലുള്ള അമ്മയാണെങ്കിലും ദേവി മഹാത്മ്യത്തിൽ വിവക്ഷിച്ചിരിക്കുന്ന ചാമുണ്ട എന്ന് പറഞ്ഞ ചണ്ഡിക എന്ന് പറയുന്ന ഒരു ദേവതയാണ്. ചണ്ടനെയും മുണ്ടനെയും കൊന്നതുകൊണ്ടാണ് അത്ര അമ്മയ്ക്ക് ചാമുണ്ട എന്ന് പേര് വന്നത്. ഈ ദേവിക്ക് ചില പ്രത്യേകതകളുണ്ട്. നമ്മൾ പലരും ലളിതാ സഹസ്രനാമം ജപിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ടാവുമെന്ന് എനിക്കറിയാം. ലളിതാ സഹസ്രനാമത്തിൻ്റെയും ദേവി മഹാത്മ്യത്തിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ത്രിപുരസുന്ദരി സേവയാണത്. അതിൽ ഈ പ്രത്യേക രൂപത്തിലുള്ള ചില ദേവതകളുണ്ട്. അതിനകത്ത് ഈ ചാമുണ്ടയുടെ ഒരു പ്രത്യേകത ഞാൻ പറയാം. ചാമുണ്ട എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും സ്വാതന്ത്ര്യമുള്ള സങ്കല്പമാണ്. ഏറ്റവും സ്വാതന്ത്ര്യമുള്ള സങ്കല്പം. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ദേവി മഹാത്മ്യത്തിലെ മുഴുവൻ ഇന്ന് ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ സംസാരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ സംഘാടകർ വിചാരിച്ചു എനിക്ക് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നത്. സംസാരിക്കാൻ തുടങ്ങിയാൽ നിർത്താൻ ബുദ്ധിമുട്ടാണെന്നുള്ളതാണ് ഞാൻ സംസാരിക്കാൻ പറ്റില്ല. അതൊന്നും അവർക്ക് മനസ്സിലായില്ല. അമ്മയെക്കുറിച്ച് പറഞ്ഞാൽ എനിക്ക് 4-5 ആഴ്ച പറഞ്ഞാൽ തീരാത്തത്ര കഥകൾ പറയാനുണ്ട്. അതുകൊണ്ട് ഞാൻ എത്രയും സംക്ഷിപ്തമായി പറയാൻ പറ്റുന്ന പറഞ്ഞിട്ട് ഞാൻ വേഗം പോകണം. ഈ ചാമുണ്ട എന്ന ദേവത മഹിഷാസുരനെ വധിക്കുന്ന ഒരു അധ്യായമുണ്ട്, 3ാം അധ്യായം, മഹിഷാസുരവധ. അതിനകത്ത് അമ്മ മദ്യപിക്കുന്നുണ്ട്. അപ്പോൾ ആ മദ്യപാനത്തിൽ നമ്മൾ സാധാരണ മനുഷ്യർ മദ്യപിക്കുന്ന എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയാം.
എപ്പോഴാണ് ആൾക്കാർ ഒന്നുകിൽ സന്തോഷിച്ചിരിക്കുമ്പോൾ മദ്യപിക്കും, അല്ലെങ്കിൽ ഭയം വരുമ്പോൾ മദ്യപിക്കും, നഷ്ടം വരുമ്പോൾ മദ്യപിക്കും, ചിലപ്പോൾ ഉല്ലസിക്കാൻ മദ്യപിക്കും, ചിലപ്പം ദുശ്ശീലം കൊണ്ട് മദ്യപിക്കും. ഇവിടെ എന്താ നടക്കുന്നത് വെച്ചാൽ 30 കോടി ദേവന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് അമ്മ മഹിഷാസുരനുമായിട്ട് യുദ്ധം ചെയ്യാണ്. മഹിഷാസുരനൊപ്പം വരങ്ങളും ബ്രഹ്മാവിനെയൊക്കെ തപസ് ചെയ്ത് വളരെയധികം ശക്തി നേടി ഇന്ദ്രപദവിയിലിരിക്കുന്ന മഹിഷാസുരൻ. മഹിഷാസുരൻ പറയുന്നു, അലർന്നു, പല രൂപത്തിൽ വരുന്നു. നമ്മൾ ആരും തന്നെ ഒരു യുദ്ധത്തിനിടയ്ക്ക് മദ്യപിക്കാറില്ല. യുദ്ധത്തിനിടയ്ക്ക്, യുദ്ധം കഴിഞ്ഞ് യുദ്ധം ജയിച്ചാൽ മദ്യപിക്കും, യുദ്ധത്തിൽ പരാജയപ്പെട്ട് ജീവനോട് ഇരിപ്പുണ്ടെങ്കിൽ ചിലപ്പോൾ മദ്യപിക്കും, യുദ്ധത്തിന് പോകാൻ നേരത്ത് ധൈര്യം കിട്ടാൻ മദ്യപിക്കും. പക്ഷേ ഇവിടെ ചണ്ഡിക ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ശ്ലോകം മാത്രം ഞാൻ പറയാം. ഗർജ ഗർജ ക്ഷണം മൂഢ മധു യാവത് പിപാമ്യഹം എന്ന് പറഞ്ഞാൽ എന്താ? നീ കുറച്ചു നേരം കൂടെയൊക്കെ ഗർജിച്ച മനുഷ്യൻ്റെ രൂപം എടുക്കുന്നു, ആനയുടെ രൂപം എടുക്കുന്നു, പല രൂപത്തിലെടുക്കുന്നു. ഈ ദേവന്മാർ മുഴുവൻ ചകിതരായി നോക്കിയിരുന്നു. അവരുടെ മുമ്പിൽ വെച്ചിട്ട് ഈ യുദ്ധം നടക്കുമ്പോൾ, ഘോര യുദ്ധം നടക്കുന്നതിനല്ലേ ചണ്ഡിക ചാമുണ്ട പറയുന്നത് എന്താണ്? നീ കുറച്ചു നേരം കൂടെയൊക്കെ ശബ്ദം ഉണ്ടായിക്കോ, ഞാൻ 2 അടിക്കട്ടെ, അതൊക്കെ യുദ്ധത്തിനിടയിലാണ് എന്ന് പറഞ്ഞാൽ, ഈ യുദ്ധം പോലും, ഈ പ്രപഞ്ചത്തെ സാക്ഷി നിർത്തിക്കുന്ന ഏറ്റവും പരമമായ യുദ്ധം പോലും എനിക്ക് തൃണം എന്നാണ് അമ്മ പറയുന്നത്. അതാണ് ആ അമ്മയുടെ സങ്കല്പം. ഇതിനപ്പുറത്തേക്കൊരു സങ്കല്പം. അതുകൊണ്ട് ഇത് തൃണമായതുകൊണ്ട് ആ അമ്മയെ നമ്മൾ വേറൊരു പേരിൽ വിളിക്കുന്നു, ലളിത. എല്ലാം പുല്ലാണ് ഈ അമ്മയ്ക്ക്. അതിന് ബോധബലകമായ ഒരു ശ്ലോകം കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് ഞാൻ അവസാനിപ്പിക്കാം. തനീയാംസം പാംസും, സൗന്ദര്യലഹരിയുടെ 2ാമത്തെ ശ്ലോകമാണ്. തനീയാംസം പാംസും തവ ചരണ പങ്കേരുഹവം. ഓരോ വാക്കായിട്ട് ഞാൻ പറഞ്ഞു തന്നല്ലേ നല്ലത്. തനീയാംസം പാംസും, പാംസും എന്ന് പറഞ്ഞാൽ പൊടി. തവ ചരണ പങ്കേരുഹവം, നിന്റെ കാലിൻ്റെ അടിയിൽ, നിന്റെ താമര പോലുള്ള കാലുകളുടെ അടിയിൽ പൊടിയുന്ന പൊടി. വിരിഞ്ചി സഞ്ചിന്വൻ, വിരിഞ്ചി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, വിരിഞ്ചി സഞ്ചിൻ, ഇതെല്ലാം കൂടെ എടുത്തു കൂട്ടും. അതായത് അമ്മ ഇരിക്കുന്നത് അങ്ങ് പരമമായൊരു ഒരു സ്ഥാനത്തായിരിക്കുന്നത്. എങ്ങനെ? ലളിതാ സഹസ്രനാമത്തിൽ കിട്ടില്ലേ, മഹേശ്വര മഹാകൽപ്പ മഹാതാണ്ഡവ സാക്ഷിണി. മഹാകൽപ്പത്തിൻ്റെ അവസാനത്തിൽ മഹേശ്വരൻ മാത്രമേ കാണൂ, ബാക്കി എല്ലാം തീർന്നു. അത് സാക്ഷിയായിരിക്കുന്ന ഒരേ ഒരു വ്യക്തി ആരാണ്? അമ്മയാണ്. ആ ഇരിക്കുന്ന അമ്മയുടെ കാലിൻ്റെ അടിയിലെ പൊടിയെടുക്കുന്ന ആര്? ബ്രഹ്മാവ്. വിരഞ്ചി സഞ്ചിന്വൻ വിരചയതി ലോകാന വികലം, അവികലമായി ലോകത്തിനെ വിരചിക്കുന്നു. വിരചയതി ലോകാന വികലം. വഹത്യേനം ശൗരി, താങ്ങി നിർത്തുന്ന ആരാ? വിഷ്ണു. വഹത്യേനം ശൗരി. കഥമഭി, കഥമഭി എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ടിട്ട് എളുപ്പമല്ല. ഈ പൊടി താങ്ങുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. കഥമഭി, വളരെ കഷ്ടപ്പെട്ട്. സഹസ്രേണ ശിരസാം, കഥമഭി സഹസ്രേണ ശിരസാം എന്ന് പറഞ്ഞാൽ 1000 തലയുള്ള അനന്തൻ്റെ രൂപമെടുത്തിട്ടാണ് അത്രേ മഹാവിഷ്ണു ഈ പ്രപഞ്ചത്തെ താങ്ങി നിർത്തിയിരിക്കുന്നത്. അങ്ങനെ താങ്ങി നിർത്തിയിരിക്കുന്നത് കഷ്ടപ്പെട്ടാണ്. കാരണം എന്താ? ഈ പാദധൂളിയുടെ മഹിമാവ് അത്രയുണ്ട്. ഈ പാദധൂളി അത്രയും ഭാരമേറിയതാണ്, എളുപ്പമല്ല. ഇത് വളരെ ശ്രമപ്പെട്ട് കൂട്ടിയെടുത്തിട്ടാണ് ബ്രഹ്മാവ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതെങ്കിൽ അത് താങ്ങി നിർത്തുന്ന ഭഗവാൻ, അദ്ദേഹം അനന്തൻ്റെ രൂപത്തിൽ 1000 തലകളോടുകൂടി നിന്ന് വിരാജിച്ചുകൊണ്ട് അദ്ദേഹം കഷ്ടപ്പെട്ട് കഥമഭി സഹസ്രേണ ശിരസാം. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ? ഹരസംശുദ്ധ്യനം ഭജതി പശിതോദ്ധൂളന വിധി. വിധിപ്രകാരം ഇതെല്ലാം അവസാനം നശിപ്പിച്ചിട്ട് ശിവൻ അമ്മയെ ഭജിക്കുന്നു എന്നാണ്. ഇത് മുഴുവൻ നടക്കുന്നത് എവിടാന്നറിയോ? അമ്മയുടെ കാലിൻ്റെ അടിയിൽ. അപ്പോൾ ഈ അമ്മ എന്ന് പറയുന്ന സങ്കല്പത്തിൻ്റെ വലുപ്പം, അതിൻ്റെ വ്യാപ്തി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അത് വേറെ കാര്യം വെച്ചാൽ, ഈ സൗന്ദര്യലഹരി എന്ന് നിങ്ങൾ കേട്ട് കാണും. സൗന്ദര്യലഹരി 2ാമത്തെ ശ്ലോകമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. മുഴുവൻ ഇപ്പോൾ ചൊല്ലാമെന്നാ നേരമില്ല. 100 ശ്ലോകങ്ങളുണ്ടെന്നാണ് പറയുന്നത് സൗന്ദര്യലഹരിയിൽ. പക്ഷെ 100 ശ്ലോകങ്ങൾ യഥാർത്ഥ സൗന്ദര്യലഹരിയുടെ പേര് ആനന്ദലഹരി എന്നാണ് അത്രേ. തെറ്റുണ്ട്, ആചാര്യം തിരുത്തി തരണം. ആനന്ദലഹരി എന്ന് പറയുന്നത് എഴുതിയ ആള് ഭർതൃഹരി എന്ന് പറയുന്ന ഒരാളാണ്. ഭർതൃഹരിയുടെ മഹാത്മ്യം എന്താണെന്ന് വെച്ചാൽ, പണ്ട് മേനകയുടെ മകനാണെന്ന് പറയപ്പെടുന്നു. മേനകയ്ക്ക് വിശ്വാമിത്രനുണ്ടായ, അവരെന്ത് ചെയ്തു? അവർ ഈ വിശ്വാമിത്രനെ ഉപദ്രവിക്കാനുള്ള ഉപദ്രവമൊക്കെ കഴിഞ്ഞ് അയാളുടെ തപസ്സൊക്കെ ഭംഗം വരുത്തി കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ ഉണ്ടാക്കിയിട്ട് ആ കുഞ്ഞിനെ ഹിമാലയത്തിൽ ഇട്ടിട്ടങ്ങ് പോയി. അപ്പോൾ ഈ ഭർതൃഹരിക്ക് വന്ന പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ സർവതന്ത്ര സ്വതന്ത്രയായ അമ്മ അവിടെ വന്ന് ഊഞ്ഞാലാടുകയാണ്. എന്താണ് ആ ഊഞ്ഞാലാടുന്നതിൻ്റെ ഐതിഹ്യം എന്ന് വെച്ചാൽ, ശുംഭനിശുംഭന്മാരുടെ വധത്തിന് വേണ്ടി ഉദ്യമിച്ചിറക്കുന്ന ചണ്ഡിക.
ചണ്ഡിക എന്താ ഒരു 6-7 മാസക്കാലം ഊഞ്ഞാലടി എന്നാണ്. എന്തിനാ ഊഞ്ഞാലടി? ഹിമാലയത്തിൽ പോയിട്ട് ശുംഭൻ്റെയും നിശുംഭൻ്റെയും കർമ്മദോഷം പൂർത്തിയാവണം, അവൻ്റെ സൽക്കർമ്മങ്ങളൊക്കെ തീരണം, എന്നിട്ട് ഹനിക്കാൻ പാടുള്ളൂ. ആ കാത്തിരിക്കുന്ന അമ്മ കാണുന്ന ഒരു പിഞ്ചു കുഞ്ഞിനെയാണ്. ആ കുഞ്ഞിനെ എടുത്ത് അമ്മ പാല് കൊടുക്കുന്നു, മുലപ്പാൽ കൂട്ടുന്നു. ആ കുട്ടിയാണ് ആനന്ദലഹരി എഴുതി ഉണ്ടാക്കിയത്. 100 ശ്ലോകങ്ങൾ എഴുതി ഉണ്ടാക്കിയതാണ്. അതിൽ ആദ്യത്തെ 41 വളരെ ഗഹനവും വലിയ വലിയ തന്ത്രപ്രധാനമായ താന്ത്രികമായ തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ശ്ലോകങ്ങളും, പിന്നെ ഉണ്ടാക്കിയ 59. അതിന് വേറെ രസകരമായ വേറൊരു കഥയുണ്ട്. ഈ തപസ്സിലിരിക്കുമ്പോൾ ഈ യോഗികൾക്കും തപസ്വികൾക്കും ഈ 14 ലോകങ്ങളിൽ സഞ്ചരിക്കാമെന്നാണ്. ആ ലോകസഞ്ചാരത്തിനിടയിൽ കൈലാസത്തിൽ ശങ്കരാചാര്യർ പോയപ്പോൾ ഭർതൃഹരി അവിടുത്തെ ചുമരിൽ ഇതെല്ലാം എഴുതി മതിലിൽ എഴുതി വെക്കുകയാണ്. ഏത് ആനന്ദലഹരി 100 ശ്ലോകങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു. ശിവൻ കണ്ടു. ഉടനെ അദ്ദേഹം പരമശിവൻ പറഞ്ഞു, ഭർതൃഹരിയോട് പറഞ്ഞു, ഇതാ ഒരുത്തൻ വരുന്നുണ്ട്, ഇത് മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നാട്ടിൽ മുഴുവൻ വിളിച്ച് പറയും. ശങ്കരാചാര്യ എന്ന് പറഞ്ഞാൽ ഭയങ്കര മനുഷ്യസ്നേഹിയാണ്. അപ്പോൾ അദ്ദേഹം ഈ ഗഹനമായ ഗുഹ്യമായ എല്ലാ തത്വങ്ങളും മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അവതരിപ്പിക്കുന്നതിൽ വളരെ കേവലം പ്രവീണനുമായിരുന്നു. വേഗം മായ്ച്ചു കളഞ്ഞോളാം, ഇത് വളരെ ഗുഹ്യാൽ ഗുഹ്യതമം, രഹസ്യത്തിൽ രഹസ്യമാണിതല്ല, മായ്ച്ചു കളയാൻ പറഞ്ഞു. ഇയാൾ മായ്ക്കുന്നതിനിടയിൽ ശങ്കരാചാര്യ ഒരു നോട്ടം 41 ശ്ലോകം കണ്ടു എന്നാണ്. എനിക്കത് മതി. ആ 41 ശ്ലോകം അദ്ദേഹം എഴുതിയെത്തിയതിന് ശേഷം പിന്നെ ബാക്കി 59 ശ്ലോകങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി. അത് ഇരുന്ന് എഴുതിയ സ്ഥലത്തിന് സമ്പാക്കട്ടെ എന്ന് പറഞ്ഞൊരു സ്ഥലം മൂകാംബിയുടെ അടുത്തുള്ളൊരു സ്ഥലമാണെന്ന് പറയപ്പെടുന്നു. അവിടെ നിന്ന് എഴുതിയപ്പോൾ ഒരു അശരീരി വന്നു എന്നാണ് പറയുന്നത്. ഇത് പട്ടുനൂലിൻ്റെ കൂടെ വാഴനാര് കൂട്ടിച്ചേർക്കല്ലേ എന്ന് പറഞ്ഞ മനസ്സിലായോ? ശങ്കരാചാര്യർക്ക് വലിയ ക്ഷീണമായത്. നിങ്ങളിപ്പോഴും സൗന്ദര്യലഹരി എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ആദ്യത്തെ 41 ശ്ലോകങ്ങൾ വളരെ ഗഹനമായ തത്വങ്ങൾ, ഈ ഞാനിപ്പോൾ പറഞ്ഞ രീതിയിൽ അമ്മയുടെ രൂപം എങ്ങനെ, പ്രപഞ്ച സൃഷ്ടി എങ്ങനെ, താന്ത്രിക ഉപാസനകൾ എങ്ങനെ വേണം എന്നൊക്കെ പറയുമ്പോൾ അത് കഴിഞ്ഞുള്ള കുറേ ശ്ലോകങ്ങൾ അമ്മയുടെ സ്ഥൂല ശരീര വർണ്ണന നടത്തുന്നത് കാണാം. അമ്മയുടെ ചുണ്ടിങ്ങനെ, മൂക്കിങ്ങനെ, പല്ലിങ്ങനെ. അപ്പോൾ ഇത് ശങ്കരാചാര്യർ എഴുതിയതും മറ്റേത് ഭർതൃഹരി എഴുതിയതെന്നാണ് കഥ. എന്തു തന്നെയാണെങ്കിലും വളരെ ഗഹനമായ ഇത്തരത്തിലുള്ള താന്ത്രിക രഹസ്യങ്ങളെല്ലാം അദ്ദേഹം ഈ 9 ദിവസത്തിനുള്ളിൽ അനാവരണം ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ വെച്ച് തരാൻ പോവുകയാണ്. അതിനുള്ളൊരു എന്താ പറയുക, അവതാരിക അവതരിപ്പിക്കാൻ എന്തായാലും ഞാൻ തന്നെ വേണമെന്ന് ഇവർ നിർബന്ധം പിടിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പോലീസ് സേനയ്ക്കുള്ളൊരു വലിയ അംഗീകാരമായിട്ട് ഞാൻ കണക്കാക്കുന്നു. പക്ഷേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എന്നെ ദയവ് ചെയ്തൊരു പോലീസുകാരനായി കാണല്ലേ. പോലീസുകാരനാണ് അല്ലേന്ന് വെച്ചാൽ ആണ്, തീർച്ചയായിട്ടും ആണ്, അതല്ല. പക്ഷേ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറഞ്ഞ ഇവിടുത്തെ ഏറ്റവും എളിയവരിൽ എളിയവനായൊരു ഭക്തനായിട്ട് ഞാൻ നേരത്തെ വിളക്ക് എത്തിച്ചപ്പോൾ ഒന്നുകൂടി ഞാൻ ഓടിപ്പോയത് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. ഞാൻ അമ്മയെ മര്യാദയ്ക്ക് കണ്ടില്ലെന്ന് തോന്നി, ഒന്നുകൂടെ കണ്ടേക്കാം. കണ്ടിട്ട് വന്നതാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങളെ എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യം, ഇവിടെ കൂടുതലും സ്ത്രീകളാണുള്ളത്. നമ്മളുടെ ജീവിതത്തിൽ ഇതല്ലാതെ വേറൊന്നും കിട്ടാനില്ല. ബാക്കിയുള്ളതെല്ലാം പൊയ്യാണ്. ആത്മസാക്ഷാത്കാരം അല്ലാതെ വേറെ ഒരു സാധനവും. ഈ സാക്ഷാത്കാരത്തിന് വേണ്ടി ആണ് നിങ്ങൾ ജനിക്കുന്നതും ജീവിക്കുന്നതും മരിക്കുന്നതും. അതിന് വേണ്ടിയിട്ട് ഒരു ദിവസം ഇപ്പം ഈ അമ്മയ്ക്ക് വേറൊരു പരിപാടി, നിങ്ങൾ അമ്മമാരെല്ലാവരും വീട്ടിൽ ചെയ്യുന്ന ചില പരിപാടികളുണ്ട്. ഒരു കൊച്ചു കുഞ്ഞുണ്ടെന്നിരിക്കട്ടെ, വീട്ടിൽ കുഞ്ഞ് കരയാണ്, അമ്മയ്ക്ക് അടുക്കളയിൽ ജോലിയുണ്ടെങ്കിൽ കരയുന്ന കുഞ്ഞിനെ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു ചിരട്ടത്തെ ഇട്ട് കൊടുക്കുക. കൊച്ചത് കൊണ്ട് കളിക്കും കുറച്ച് നേരം, മനസ്സിലായില്ലേ? അത് കഴിഞ്ഞാൽ തവി വേണ്ട, അമ്മയെ വേണമെന്നാണ് പിന്നെയും കരയും. അപ്പോൾ അമ്മ എന്ത് ചെയ്യും? കീ കൊടുത്താൽ തിരിയുന്ന ചില പാവകളെ കാണാം, അതെടുത്ത് വെച്ച് കൊടുക്കും. കൊച്ചത് നോക്കി കുറച്ച് നേരം ഇരിക്കും. അത് കഴിഞ്ഞിട്ട് കൊച്ചു കരഞ്ഞാൽ പിന്നെ ഇലക്ട്രിക് കാർ എടുത്തുകൊണ്ട് വരും, മറ്റേ കുഞ്ഞത് നോക്കിയിരിക്കും. അതെല്ലാം കളിച്ച് മടുത്ത് കഴിയുന്ന കുഞ്ഞ് അമ്മയെ വേണമില്ലെങ്കിൽ ആ കുഞ്ഞിന് ആപത്ത് വരുമെന്ന് കണ്ടാൽ അമ്മ വന്ന് ആ കുഞ്ഞിനെ പുണരും. വേറെ നിവൃത്തിയില്ല. ചിലപ്പോൾ പ്രാവും കുഞ്ഞിനെ ഈ കുഞ്ഞ് സ്വീരക്കേടാ ഇതൊക്കെ പറയും. പക്ഷെ എന്നാലും കുഞ്ഞിനെടുത്ത് മാറോടക്കാതിരിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും? പറ്റില്ല. നിങ്ങൾക്ക് ഈ വികാരം വന്നത് എവിടെ നിന്നാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് ഈ അനന്തമായ മാതൃതേജസ്സിൽ നിന്നാണെന്ന് നിങ്ങൾ മറന്നു പോകണ്ട. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കങ്ങനെ പറ്റുമെങ്കിൽ അതിനേക്കാളേറെ താല്പര്യത്തോടെ നിങ്ങളെ പുൽകാൻ കാത്തിരിക്കുന്നൊരു അമ്മയാണ് വേണ്ടത്. അതിന് വേണേ എന്ത് വേണമെന്നറിയോ? എനിക്ക് തന്നിരിക്കുന്ന ചിരട്ടത്തവിയാണ് IPS. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? IPS ADGP എന്നൊക്കെ പറഞ്ഞ് ചിരട്ടത്തവി എടുത്തു തന്നു. ഞാനിത് പോരാ, എനിക്കിത് വേണ്ട, എനിക്ക് നിന്നെ വേണം എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചാൽ
ചിലപ്പോൾ കുറച്ച് ഞാൻ നിങ്ങളെ കാണുമ്പോൾ കുറേ ദിവ്യത്വങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങും. ഞാൻ ഭയങ്കര പ്രഭാഷകനാവും. ആൾക്കാർ പറയുമ്പോൾ ഭയങ്കര ക്യാമറ എന്ന് പറയും. അപ്പോൾ അതും കേട്ട് കുറച്ച് ഞാൻ നടക്കും. അതാണ് മറ്റേ പാവ. അത് കഴിഞ്ഞ് അതും പോരാ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അമ്മ മതി വേണമെന്ന് പറയുമ്പോൾ അഷ്ടൈശ്വര്യ സിദ്ധികൾ തരും. ഹനുമാൻ നമുക്ക് അങ്ങനെ ഹനുമാൻ സ്വാമിയൊക്കെ അങ്ങനെയാണ് നിൽക്കുന്നിടത്ത് ശരീരം വലുതാക്കുക, ചെറുതാക്കുക, അഷ്ടൈശ്വര്യ പരകായ പ്രവേശം പലതും. അതും വേണ്ട, അതും പോരോ, എനിക്ക് എൻ്റെ അമ്മയെ തന്നെ വേണമെന്ന് പറഞ്ഞാലേ അമ്മ വരൂ. ഇതൊന്നും കണ്ട് ഭ്രമിക്കാതെ അമ്മയിൽ ഏകാഗ്രചിത്തരായിട്ട് നമുക്ക് അമ്മയെ വിളിക്കാനുള്ള മനസ്സുണ്ടാവാനായിട്ട് ഈ 9 ദിവസം നിങ്ങളെ പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഈ അവസരം തന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് യജ്ഞാചാര്യൻ എന്നെ ഇത്രയും നേരം കാത്തിരുന്നതിന് ഞാൻ ക്ഷമ ചോദിച്ചുകൊണ്ട് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം.